ബേപ്പൂരിൽ തീപിടിച്ച വാൻഹായ് കപ്പൽ കെട്ടിവലിക്കുന്ന പ്രവൃത്തി ശക്തമാക്കിയിരിക്കുകയാണ് നാവികസേന. കൊച്ചി തീരത്ത് നിന്നുള്ള കപ്പലിന്റെ അകലം വീണ്ടും വർദ്ധിപ്പിച്ചു. കരയിൽ നിന്നും 27 നോട്ടിക്കൽ മൈൽ ദൂരം ഉണ്ടായിരുന്ന കപ്പൽ നിലവിൽ 35 നോട്ടിക്കൽ മൈലാക്കി. ടഗ് കപ്പൽ ഉടമകൾ ചോദിച്ച വാടക നൽകാൻ ആകില്ല എന്ന് വാൻഹായി കപ്പലുടമകൾ അറിയിച്ചതോടെയാണ് നാവികസേന രംഗത്തെത്തിയത്. ഹെലികോപ്റ്ററിൽ ദൗത്യ സംഘത്തെ കപ്പലിലേക്ക് ഇറക്കുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സഹിൻ, വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് അവിടെ നടക്കുന്നതല്ലേ? ഈ തീരത്ത് നിന്ന് കപ്പലിനെ വലിച്ചകറ്റി കൊണ്ടുപോകുക എന്ന് പറയുന്ന ദൗത്യത്തിലാണിപ്പോൾ അവിടെ നാവികസേന ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ തീരത്ത് നിന്ന് കൊച്ചി തീരത്തിന് ചെറിയൊരു ഭീഷണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നാവികസേനയുടെ വരുതിയിലാക്കാൻ ഈ കപ്പൽ കഴിഞ്ഞിരുന്നെങ്കിലും ഇന്നലെ ടഗുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഈ കപ്പലിന് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും നാവികസേന തന്നെ ഇതിൻ്റെ രക്ഷാദൗത്യം ഏറ്റെടുക്കുകയും കപ്പലിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വാൻഹായ് 503 എന്ന കപ്പലിൻ്റെ ഉടമകൾ ഈ ടഗ് ഉടമകൾക്ക് ചോദിച്ച പണം നൽകാൻ തയ്യാറായില്ല. ഇതേ തുടർന്നായിരുന്നു പിന്നീട് ടഗുകൾ ഈ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ മടിച്ചത്. ഇതോടുകൂടി നാവികസേന തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. INS ശാരദ അവിടെ എത്തുകയും ഓഫ് ഷോർ വാരിയർ എന്ന് പറയുന്ന ടഗ് അവിടെ എത്തിക്കുകയും പിന്നീട് ഈ കപ്പലിനെ 24 നോട്ടിക്കൽ മൈൽ മാത്രം കൊച്ചി തീരത്ത് നിന്നും അകലമുണ്ടായിരുന്ന കപ്പലിനെ ഇപ്പോൾ 35 നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കപ്പലിലെ തീ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പുക അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കപ്പൽ ചെറിയൊരു ഭീഷണി ഉയർത്തിയിരുന്നു. ആ ഭീഷണി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ നാവികസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കപ്പലിലേക്ക് നാവികരെ അടക്കം ഇറക്കുവാനും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും നാവികസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.